Welcome to my YouTube channel, Doc and Mom. Stay tuned. Hi all. So ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഉമ്മാനെ പിക്ക് ചെയ്യാൻ പോവാണ്. ഉംറയ്ക്ക് പോയി തിരിച്ചു വരുന്ന ഉമ്മാനെ ഞങ്ങൾ ഒരു മക്കളും എല്ലാവരും കൂടി ഉമ്മാനെ വെൽക്കം ചെയ്യാൻ പോവാണ്. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഹെർ റിയാക്ഷൻ വിൽ ബി. ഹായ്, ഇപ്പൊ രാവിലെ സമയം 5:30, 7:45 ആവുമ്പോഴേക്കും ഉമ്മ അവിടെ എത്തും ഇൻഷാ അല്ലാഹ്. നമുക്കപ്പോൾ ബാക്കി ട്രാവൽ വിശേഷങ്ങൾ പിന്നീട് കാണാം. ഹലോ ഗൈസ്, ഞങ്ങളുടെ ഉമ്മമാനെ പിക്ക് ചെയ്യാൻ പോവാണ്. സോ ഓൺ ദ വേ വിശേഷങ്ങളുമായി കാണാം. ഞങ്ങളെല്ലാവരും അടിപൊളിയായി ഭയങ്കര ത്രില്ലിലാണ് പോകുന്നത്. രാവിലെ 5:30 തന്നെ ഞങ്ങൾ അവിടുന്ന് കറക്റ്റ് പുറപ്പെട്ടു. ഒന്നും കഴിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കരുതിയിട്ടില്ല. ഒരു പച്ചവെള്ളം പോലും ഞങ്ങൾ കരുതിയില്ല എന്ന് വേണം. വണ്ടിയിൽ കയറി നമുക്ക് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞവരൊക്കെ നല്ല പോത്തുപോലെ കിടന്നുറങ്ങുകയാണ്. തലേ ദിവസം ഞങ്ങൾ ഒരു പോള കണ്ണടച്ചിട്ടില്ലേ, ഒരു രാത്രി 3:30 ആയപ്പോൾ ഒന്ന് ഉറങ്ങിയാലോ എന്ന് ചോദിച്ചപ്പോൾ രണ്ടാമത്തെ നാത്തും പറഞ്ഞു വേണ്ടല്ലോ ഉൾത്താ, നമുക്ക് കുറച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി ഒന്ന് വൈബടിച്ചിട്ടിരിക്കാന്ന് പറഞ്ഞ് അന്ന് ആരും ഉറങ്ങിയില്ല എന്ന് തന്നെ വേണം പറയട്ടെ. ഒരു തരി പോലും ഉറങ്ങിയില്ല. ആ ഉറക്കമൊക്കെ ഈ രണ്ടെണ്ണം വണ്ടിയിലിരുന്ന് ഉറങ്ങി തീർക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് പോവുകയാണ്. നേരം കുറച്ചൊക്കെ ഒരു 7 മണിയൊക്കെ ആയിന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ചെറുതായി ഉറങ്ങിയവരൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് തുടങ്ങി. വിശക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ മക്കളൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്. ഇവരെ ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഇവർ ചായ എന്ന് പറഞ്ഞ് ഞങ്ങൾ നിർത്തിയപ്പോഴാണ് രണ്ടെണ്ണം ചാടി എഴുന്നേറ്റത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ എങ്ങാനും ഇപ്പുറം ഒരു ടീ സ്പോട്ടിൽ കൊണ്ടുപോയിട്ട് നിർത്തി. അപ്പോഴേ ഉറക്കമൊക്കെ എഴുന്നേറ്റ് എല്ലാവരും ചാടി ഇറങ്ങുകയാണ്. മക്കളൊക്കെ ടയേർഡായിരുന്നു. രാവിലെ ഉറക്കമില്ല, കളിയുടെ ക്ഷീണമൊക്കെ ആയിട്ടാണ് എല്ലാവരും കയറിയിരിക്കുന്നത്. മോൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആകെ അന്തം വിട്ടിട്ടിരിക്കുകയാണ്. എവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ളതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞങ്ങൾ ചായ ഓർഡർ ചെയ്തു. ചുമ്മാ ഒരു ചായ മാത്രമേ വാങ്ങി തരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും ചാടി ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ പിന്നെ സമൂസ ഓർഡർ ചെയ്യലായി, അട ഓർഡർ ചെയ്യലായി, നെയ്യപ്പം എന്തൊക്കെയോ വലിച്ചു വാരി കഴിച്ചു. കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. മക്കൾ ചായ കുടിക്കാത്തവർ വരെ ചായ കുടിച്ചു. ഇത് നല്ല അടിപൊളി ഇലയുടെ ആയിരുന്നു കേട്ടോ. അത് കഴിച്ചു. ഞാൻ ജസ്റ്റ് ഒരു ഇലയുടെ ഒരു പീസ് മാത്രമേ കഴിച്ചുള്ളൂ. മക്കൾ സമൂസ അത് ഇതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. തിരിച്ച് വരുമ്പോൾ നല്ല ഹെവി ആയിട്ട് കഴിക്കാമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിപ്പോൾ ലൈറ്റായിട്ടേ കഴിച്ചുള്ളൂ. പക്ഷെ കഴിക്കാതെ പോയത് പണിയായോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് പണിയായി. കഴിക്കുന്നവർക്കൊക്കെ പിന്നെ കുറച്ച് നേരത്തിന് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ചെറുതായി എയർപോർട്ടിലെത്തിയപ്പോൾ വിശക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ മെല്ലനെ എയർപോർട്ടിലെത്തി. 8:05 എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ എന്ന് കാണിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളവിടെ പക്ഷേ 7:45 ആകുമ്പോഴേക്കും എത്തി. അപ്പോൾ തുടങ്ങിയ കാത്തുനിൽപ്പാട്ടോ മക്കളെല്ലാവരും. ഇമ്മമ്മ ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട്. മോനൊക്കെ ഭക്ഷണം കഴിക്കാതെ മൊത്തത്തിൽ ഉറക്കം ശരിയാവത്തിൻ്റെ ഒക്കെ വാശിയുണ്ട്. കുറച്ച് നേരം നോക്കിയപ്പോൾ ഷാനുഖാനെ കാണാനില്ല. മൂപ്പര് അവിടെ ചെന്ന് അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. മസാജ് ചെയ്യാനെന്നും പറഞ്ഞ് പോയതാണ്. കാത്തിരുന്ന് 8 മണി കഴിഞ്ഞു, 8:30 കഴിഞ്ഞു, 8:45 കഴിഞ്ഞു, 9 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഉമ്മമ്മ നൈസായിട്ട് അവിടെ നിന്ന് വരുന്നുണ്ട് എന്നുള്ളത്. ഉള്ളെന്ന് ആരാന്നറിയില്ല. ഉമ്മമ്മ ദേ വരണു എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഉമ്മമ്മാനെ കണ്ട ഹരത്തിലാണ് കേട്ടോ. ഇനി പേരക്കുട്ടികളൊക്കെ ഓടിപ്പോയി ഉമ്മമ്മാനെ കെട്ടിപ്പിടിക്കുന്ന സീനാണ്. അടിപൊളിയായിരുന്നത്. കുറേ എണ്ണുണ്ട്. ഉമ്മക്ക് ഇങ്ങനെ പേടിയാണ്. എല്ലാം മക്കളെ പേരക്കുട്ടികളൊക്കെ കൂടി വരുമ്പോൾ എടി പണ്ടാറുങ്ങളെ കണ്ണ് വെക്കുങ്ങളെ എന്ന് പറയും. കാരണം 10-13 എണ്ണം ഉണ്ട്. ഉമ്മ എപ്പോഴുള്ള ഡയലോഗാണ്, നമ്മുടെ കുട്ടികളെയും പേരക്കുട്ടികളെ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ പുറത്തുള്ളവർ കണ്ണ് വെക്കുള്ളൂ, ഇങ്ങനെ ഒരുമിച്ച് വരല്ലേ എന്നൊക്കെ പറയും. ഈ പേരക്കുട്ടികളൊക്കെ ഇന്നലെ എല്ലാവരും രാത്രി ഉറക്കളച്ചിരുന്നിട്ട് ഉമ്മമ്മക്ക് വേണ്ടി ഒരു ബൊക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പക്ഷെ പാവം കുട്ടികളത് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുനിന്നൊരു ബൊക്കെ വാങ്ങി ഉമ്മമ്മക്ക് കൊടുത്തു. ഉമ്മമ്മക്ക് എന്ത് ബൊക്ക, ഇത് കയ്യിൽ പിടിച്ചിട്ട് നടക്കി നമുക്ക് വേഗം വീട്ടിൽ പോവാന്നുള്ള പറച്ചിലാണ്. അങ്ങനെ ചെറുതായിട്ട് തലേ ദിവസം ഞാൻ വരില്ല ഉമ്മ എന്നൊക്കെ ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞ് ടെൻഷൻ അടുപ്പിച്ച് വെപ്പിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മമ്മ ആദ്യം വന്ന് ഓഫ് കോഴ്സ് മോന് സാജീനെയാണ് തപ്പിയത്. അത് കഴിഞ്ഞിട്ട് ഉമ്മ തപ്പിയത് മക്കളെ പേരക്കുട്ടികൾ ആരും അല്ല കേട്ടോ, മരുമകളായ എന്നെയാണ്. ലുലു വന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ഇതിൽ കേൾക്കാം. എന്നെ തപ്പുകയാണെ എന്നെ കണ്ടു സന്തോഷമായി. അങ്ങനെ ബൊക്കൊക്കെ കൊടുത്ത് ഞങ്ങളിത് നടന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞങ്ങളുടെ മെയിൻ പരിപാടി എന്താണെന്ന് അറിയാമല്ലോ, ഫുഡ് കഴിക്കുക. എല്ലാവരും ടയേർഡാണ്. ഉമ്മാൻ്റെ കൂടെ ഒരു കണ്ണൂർക്കാർ ഫാമിലി ആയിരുന്നു. ഉമ്മാക്ക് അതിന് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടൊന്നും ശീലമില്ല. ഉമ്മാൻ്റെ കൂടെ ഒരു കണ്ണൂർ ഫാമിലി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേ കണ്ടില്ലേ, മക്കളൊക്കെ ഉറക്ക ക്ഷീണത്തിലാണ്.
ഉമ്മ വരിക, വണ്ടി കയറുക, പോവുക, ഫുഡ് അടിക്കുക. ദാറ്റ്സ് ആർ നെക്സ്റ്റ് പ്ലാൻ. സോ എല്ലാവരും ചെറിയൊരു ഫോട്ടോ എടുപ്പൊക്കെ, കാരണം ബൊക്കെയൊക്കെ വാങ്ങിയതല്ലേ, നൈസായിട്ട് അവിടെ ഇങ്ങനെ നിന്ന് തിരിഞ്ഞ് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. ദാറ്റ്സ് മസ്റ്റ് നോ. ഉമ്മാക്ക് വേറെ ആരും കാണാട്ടോ, മോനെ ഒട്ടി ഒട്ടി നിൽക്കണ കണ്ടില്ലേ. ഉമ്മാക്ക് മോൻ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ. അത് പെമ്മക്കൾ വരെ പറയുന്ന ചെറിയ ചെറിയ പരിഭവങ്ങളാണ് കേട്ടോ. ഉമ്മാക്ക് സാജിമോൻ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ ഈ ലോകത്ത്. അപ്പോൾ ഇതേ ഉമ്മ എങ്ങനെയാണെന്നാവോ 1.5 മാസമൊക്കെ ഷാജീനെ കാണാണ്ട് നിന്നത്. 3 മാസത്തിന് പോയ ആള് വയ്യ, മെഡിസിന് കഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് തിരിച്ചു വരണമെങ്കിൽ ഞങ്ങൾക്ക് അറിയായിരുന്നു അത് വയ്യായികയല്ല, മെഡിസിൻ തീർന്നതും എന്ന്. ഈ സാജിനെ കാണാൻ വേണ്ടി ഓടിയെത്തിയതാട്ടോ ഞങ്ങളുടെ ഉമ്മ. അത് പറഞ്ഞ് ഞങ്ങൾക്ക് ഉമ്മനെ കളിയാക്കൽ തന്നെ എപ്പോഴും പണി. പെൺകുട്ടികളോടൊരു തരം, ആൺകുട്ടികളോടൊരു തരം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പാവം എന്താണെന്നറിയില്ല, ആ മോനോട് വല്ലാത്തൊരു സ്നേഹമാണ്. അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. മക്കളൊക്കെ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ തന്നെ ഓ അടിപൊളി അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ചാടിപ്പോയി. ബൊഫെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ബൊഫെ എല്ലാവരും കഴിച്ച് അത് മുതലാക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ബൊഫെ ക്യാൻസൽ ചെയ്തു. പിന്നെ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പൊറോട്ട ഉണ്ടെന്നാണ്. അപ്പോൾ വേറെ കുട്ടികളിൽ ഒരാൾ ചോദിക്കുകയാണ്, ഇത്രയും വലിയ സെറ്റപ്പൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ പൊറോട്ട മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത്. അതിൽ 2-3 വെയിറ്റേഴ്സൊക്കെ കേട്ടു എന്ന് തോന്നണം. നമ്മൾ ചെറുതായിട്ട് അവരെ ചിരിച്ച് കാണിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും പൊറോട്ട ഓർഡർ ചെയ്തു. അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഒരു ഹോട്ടൽ. ഞാൻ താഴെ നേരെ ഫീഡിങ് റൂമിലൊക്കെ പോയപ്പോൾ അതൊക്കെ സെറ്റപ്പ്, വൻ സെറ്റപ്പ് ഫീഡിങ് റൂമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. സാവധാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു റെസ്റ്റിംഗ് മൂഡായിരുന്നു. കാരണം ഉറങ്ങിയിട്ടും ഇല്ല, ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോകണം എന്നുള്ളൊരു ഇതൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ ഇരിക്കുക, ഭക്ഷണം വെയിറ്റ് ചെയ്തു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇരുത്തം തന്നെ. കാരണം ഉറക്കക്ഷീണമൊക്കെ ഇപ്പോഴാണ് തലയ്ക്ക് അടിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതെൻ്റെ 2 സുന്ദരികളായ തരുണീമണികളായ എൻ്റെ നാത്തൂമാരാണ് കേട്ടോ. ഇവർ ചുമ്മാ പുറത്തൊക്കെ ഒന്ന് കറങ്ങിക്കാണാൻ വേണ്ടി പോയി തിരിച്ചു വന്നതാണ്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇനി നേരെ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോഴാണ് ഇന്നലത്തെ ഉറക്കത്തിൻ്റെ ക്ഷീണവും ബാക്കി എല്ലാവർക്കും തലയിലടിക്കുന്നത്. ഒരു ഉച്ച 11 മണി ആയിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. നല്ല വെയിലാണ്. സോ ആ വെയിലും യാത്രയും ഒക്കെ കൂടി ഒരു രക്ഷയില്ല. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ തിരിച്ചൊരു ലോബിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു.